ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു മലയാളം മൂവിയാണ് DNA എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതൊരു സൈക്കോ ത്രില്ലർ എന്ന റിവ്യൂലായിരുന്നു കാണുന്ന പാഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം അതിൻ്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ടീസറും ട്രിഗറിലൊക്കെ അതേ രീതിയിലാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ത്രില്ലർ ചിത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾക്ക് വീണ്ടും കണക്ട് ആവുന്ന അല്ലെങ്കിൽ നല്ലൊരു പേര് DNA. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള തോന്നലൊക്കെ കാണുന്ന പ്രഷറിൽ കണ്ടു ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രതീക്ഷയോടെ തന്നെയാണ് DNA കാണാൻ വേറി ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്താണ് കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീട്ടിൽ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്ത TS സുരേഷ് ബാബുമാണ് ഇതിനെ ഡയറക്ഷൻ ചെയ്തത്. അതിന് മുൻ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം കുഞ്ഞച്ചൻ, അതുപോലെ തന്നെ ഉപ്പുകണ്ടം പ്രദേശ്. അപ്പോൾ ഇത്രയും കാലത്തെ നീണ്ട ഡയറക്ഷൻ വീണ്ടും അദ്ദേഹം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മൂന്നാം ചിത്രമാണ് DNA എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതുപോലെ തന്നെ എഡിറ്റിംഗ് ജോണി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാശി നോക്കി കഴിഞ്ഞാൽ അഷ്കർ സാദിൻ, അതുപോലെ അന്ന റെജി ഘോഷി, റായലക്ഷ്മി, രഞ്ജി പണിക്കർ, കോട്ടയം നാസിർ, റിയാസ് ഖാൻ, അഞ്ജലി അമീർ, അജു വർഗീസ്, സെന്തൽ കൃഷ്ണ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായി വന്ന് പോകുന്നുണ്ട്. കാരണം ഒരുപാട് വ്യക്തികൾ കടന്നു പോകുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ റോളൊക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ കഥാപാത്രങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള വ്യക്തത തന്നെ കൊടുക്കുന്നില്ല. ലീഡിങ്ങായി കൊണ്ടുപോകുന്നത് അഷ്കർ സാദിനായി, പോലെ റായലക്ഷ്മി, അന്നറജി ഘോഷി ഇവരെ മൂന്നിലൂടെയാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി നടക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ ഡ്രഗ് മാഫിയ വേട്ടയാടുന്നു. പിന്നീട് അതിൽ കുറച്ച് ആൾക്കാർ കൊല്ലപ്പെടുന്നു. അതിൽ നിന്ന് വീണ്ടും എറണാകുളത്തോട് കാണിക്കുന്നു, കൊച്ചിയിൽ തുടരെ 3 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് അതിന് പിന്നിൽ, എന്താണ് പോലീസുകാർക്ക് ഒട്ടും തന്നെ ഒരു പിടി കിട്ടുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നു. കാണുന്ന പ്രേക്ഷകർക്ക് യാതൊരു വ്യക്തിത്വം തരുന്നില്ല. കാരണം ഒട്ടും തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ കാണുമ്പോഴും ബാക്കിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു തോന്നലോടെ ഫസ്റ്റ് ഹാഫിലോട്ട് ഒരു ഇൻ്റർവെല്ല് കൊടുക്കുന്നു. കാരണം യാതൊരു പ്രതീക്ഷയുമില്ലാതെ സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലിമെൻറ്റ്സ് പോലും ഉണ്ടാകുന്നില്ല. ഒരു വില്ലനെ കാണിക്കുന്നു. വില്ലൻ എന്തൊക്കെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ കൊലയാളികളെ കൊണ്ടുപോകുന്നു, ബ്രൂട്ടലായിട്ട് ആരോപിച്ച് കൊല്ലുന്നു. അങ്ങനെ അവർ പേരിടുന്നു കൊലപാതകം, പെൺഡ്രൈവ് കൊലപാതകം എന്ന് പേരിടുന്നു. കാരണം ഈ കൊല ചെയ്യുന്ന ഈ വ്യക്തി ഒന്നെങ്കിൽ മരണപ്പെടുന്ന ആ വ്യക്തിയുടെ വായിലോ അല്ലെങ്കിൽ അവരെവിടെയാണ് ബോഡി കളഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഒരു പെൺഡ്രൈവ്, അതായത് ആ സമയത്ത് ടോർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പെൺഡ്രൈവ് കൊലപാതകം എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചത്. അവസാനം ആ പെൺഡ്രൈവ് തന്നെ ഒരു വഴിത്തിരിവായി മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് പറയാനുള്ളത് ഒരു പോസിറ്റീവായിട്ട് ഒന്നും തന്നെയില്ല. കാരണം ഒട്ടും തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് അതൊരു തിരക്കഥ. കാരണം ജാമ്പുവിൻ്റെ കാലത്തുള്ള പഴയൊരു കഥയ്ക്കാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഇത് തുടക്കം നമുക്ക് മനസ്സിലാവും, ഇത് ഏത് ലെവലിലേക്കാണ് പോകുന്നത്, അതിൻ്റെ ഒടുക്കവും മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ വെറും ക്ലീശ ക്ലൈമാക്സ് ആയിരുന്നു. നമ്മൾ കണ്ടും അടുത്തുള്ള അതൊരു ക്ലൈമാക്സും, അതായത് കൊലയാളിയുടെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കൊണ്ടുപോകുന്നു, സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് ഒരു വൃത്തിയായിട്ടൊരു ബീജിയമും കാരണം ഒട്ടും തന്നെ ചേരാത്തൊരു ബീജിയമും പാട്ടുകളും എന്നിനു വേണ്ടി തിളയ്ക്കുന്ന കുറേ കഥാപാത്രം കടന്നു പോകുന്നുണ്ട്. അതുപോലെ നെഗറ്റീവിലോട്ട് പറയുമ്പോൾ പ്രകടനങ്ങളായിരുന്നു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. കാരണം പ്രകടനങ്ങൾ നമ്മുടെ ഇതിൽ കഥാപാത്രം ചെയ്യുന്ന അഷ്കർ എന്ന് പറഞ്ഞുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രകടനം ചില ഭാഗത്തൊക്കെ ഓക്കെ ലെവലാണ്. സൗണ്ട് ഈസ് എ ഗുഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഏർപ്പെടുത്തും വളരെ കൂടുതൽ തന്നെയായിരുന്നു. റായലക്ഷ്മി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു IPS ഓഫീസർ, സിറ്റി പോലീസ് കമ്മീഷണർക്ക് വേണ്ട ഒരു ടെമ്പർ, അതായത് ആ കഥാപാത്രത്തിന് ഇല്ല. കാരണം അത്രയും വരെ ഒരു ഓൾസ് പവറോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. രഞ്ജി പണിക്കർ സ്ഥിരം പടത്തിലെ പോലെ തന്നെ പെട്ടെന്ന് കയറി വരുന്നു, 2 ഡയലോഗ് അടിച്ച് രഞ്ജി പണിക്കർ പോകുന്നുണ്ട്. സെന്തിൽ കൃഷ്ണ, നല്ല വ്യക്തികളും. അജു വർഗീസ് ചെറിയ സ്പേസിലുള്ളൂ. കാരണം അജു വർഗീസിന് കാര്യമായിട്ട് ഒന്നും തന്നെ ഇതിൽ ചെയ്യാനില്ലെന്ന് തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു കഥാപാത്രം, ഏത് കഥാപാത്രം വന്നാലും അവർക്കൊരു വ്യക്തത അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പവർ ഇല്ല. അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ പവർ ഇല്ലാത്ത കാരണം വ്യക്തമായി തന്നെ തിരക്കഥ ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഇല്ലാത്ത തിരക്കഥയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടും അടുത്ത് പോയിട്ടുള്ള ഒരു തിരക്കഥയാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഈ സ്റ്റോറി കണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ശേഷം ഈ കഥാപാത്രത്തിലേക്കാണ് വ്യക്തത കൊണ്ടു പോകുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് തന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഫാമിലി കില്ലിങ് ഉണ്ടാവും. അതൊക്കെ കാരണമൊക്കെ കൊണ്ടുപോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ബാക്കി തന്നെയാണ് DNA അവസാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 2ാം ഭാഗം ഉണ്ടാവുമെന്ന് തോന്നുന്നത് എന്തിനാണ് വെറും അപരാധം കാണാനാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഒട്ടും തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. കാരണം ഇതിൻ്റെ ക്യാമറ പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഓരോ സീൻസ് ബൈ സീൻസാണ് ഒട്ടും തന്നെ കണ്ടാത്ത പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ അടുത്ത സീനിലേക്ക് മാറുന്നുണ്ട്. അതും ഭയങ്കര ലെങ്തിങ് കൂടിയുള്ള ഒരു ഭയങ്കര ഡ്യൂറേഷൻ കൂടുതലാണ്.
കാരണം ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ തീരുന്നില്ല ഒരു തോന്നൽ. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു വിധത്തിലും ഈ DN എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ കണ്ടില്ല. കാരണം ഒട്ടും തന്നെ ഒരു സപ്പോർട്ടീവ് വേണ്ടിയിട്ട് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സാധാരണ ചിത്രത്തിൽ ഉണ്ടാവും. ഇതൊട്ടും തന്നെ ഈ നാടകത്തിൻ്റെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇത് തിരിച്ചു വന്നിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായി പറയാൻ ഒന്നും തന്നെയല്ല, നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സമയം കളയാൻ വേണ്ടി താല്പര്യമൊക്കെ മാത്രം DN കണ്ടു നോക്കാം സ്വയം റിസ്കിൽ. കാരണം ഞാൻ ഒട്ടും തന്നെ നിർബന്ധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയം വളരെ വിലപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ DN കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. DN ഒരു വേസ്റ്റ് ഫിലിം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം സമയമുള്ളവർക്ക് കണ്ടു നോക്കാം, അല്ലാത്തവർക്ക് മിണ്ടാതിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ DN കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂ നമ്മൾ വരുന്നത് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.